നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മേലിൽ ദുആ ചെയ്ത ശേഷം നാം പിന്നീട് മറ്റു ദുആകൾ ചെയ്താൽ ആ ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ഒരു പ്രസംഗത്തിൽ കേൾക്കാനിടയായി. ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ വല്ലതുമുണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ വന്നിരിക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ പ്രാർത്ഥന നടത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനക്ക് പ്രത്യേകമായി ഉത്തരം കിട്ടും എന്ന് ചില ആളുകൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കാനുള്ള മാർഗങ്ങളാണ് തവസ്സുൽ എന്നുള്ള പരിപാടി. അള്ളാഹ് പറഞ്ഞു ഖുർആനിൽ വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടുക എന്നുള്ളത്. ആ വസീലയുടെ പട്ടികയിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ആൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ രേഖ എന്നില്ല. മറിച്ച് നമുക്ക് വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറയുന്നതിന്റെ പരിധിയിൽ അമലു സ്വാലിഹാത്തുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വസീലയാക്കുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും സലാം വീട്ടിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് എന്താ? നല്ലൊരു അമല് ചെയ്തു, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹ് പുറത്തു വരും. നല്ലൊരു അമലാണ് ചെയ്തത്. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് നമുക്ക് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യാം നമ്മുടെ ആരാധനകൾ. മൂന്നാളുകൾ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മാതാവിന്റെ അടുക്കൽ വെള്ളവും ഭക്ഷണവുമായി ചെന്നപ്പോഴേക്ക് അവര് ഉറങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു 3 പേരുടെ ഒരു കഥയുണ്ട്. അങ്ങനെ മാതാവും പിതാവും ഉറങ്ങിയപ്പോൾ അവർ ഉണരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുട്ടികൾക്കും അദ്ദേഹത്തിനൊന്നും ഭക്ഷണമില്ലാതെ മാതാവിനെയും പിതാവിനെയും കാത്തുത്തിരുന്നു. അങ്ങനെ അവർ ഉണർന്നതിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടുത്തു. അതുകൊണ്ട് റബ്ബേ, ആ മാതാവിനെയും പിതാവിനെയും ഞാൻ ഇങ്ങനെ പരിഗണിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ഈ ഗുഹയിൽ കുടുങ്ങിയതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്താണ്? ആ സൽക്കർമ്മത്തെ മുൻനിർത്തി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കർമ്മങ്ങൾ, അതുപോലെയുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു തവസ്സുലാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെ എന്തെല്ലാം സൽക്കർമ്മങ്ങളായിട്ട് നമുക്ക് ഉണ്ടോ ആ സൽക്കർമ്മങ്ങളെ എല്ലാം തവസ്സുലിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്ത് ഇബാദത്തുകളും ചെയ്തിട്ട് അള്ളാഹുവിനോട് പറയുക. ഇതിലെ ഇനി വേറെ ഒരു മാർഗം എന്താ ഉള്ളത്? നല്ല മനുഷ്യന്മാർ, തഖ്വയുള്ള ആളുകൾ, ഇൽമുള്ള ആളുകൾ, അവരെ കൂട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവരോട് പറയുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഴയില്ലാത്തതിന് വേണ്ടി പ്രവാചകന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യാൻ പറയും സഹാബാക്കൾ. പ്രവാചകൻ പ്രാർത്ഥിക്കും. അതൊരു തവസ്സുലാണ്. പ്രവാചകൻ മരണപ്പെട്ടപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആമുർ റമാദ് ഉണ്ടായപ്പോ, അതായത് വലിയ ഭറം, നാട് മുഴുവനും വെണ്ണീറായ സമയം, വെണ്ണീർ എന്ന റമാദ്. ആ സമയത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് പറയാണ്, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിന വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിന. ബുഖാരിയുടെ ഹദീസാണ്. അല്ലാഹു, ഞങ്ങൾ പ്രവാചകന്റെ കാലത്ത് പ്രവാചകനെ കൊണ്ട് ഞങ്ങൾ തവസ്സുൽ ചെയ്ത് നിന്നിലേക്ക് അടുക്കുമായിരുന്നു. എന്നാൽ ഇന്നിതാ ഞങ്ങൾ പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ട് നിന്നിലേക്ക് ഞങ്ങൾ അടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി, മഴയെ തേടുന്ന നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നല്ല ആളുകളോട് ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള തവസ്സുൽ, അതുപോലെ സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള, അതുപോലെ നമ്മൾ സദഖയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള തവസ്സുൽ എന്നല്ലാതെ ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദുആ ചെയ്താൽ അതിന് പ്രത്യേക പരിഗണന എന്നല്ല. എന്തൊക്കെ ആരാധനകൾ, എന്തൊക്കെ നല്ലതുണ്ടോ ആ നന്മകൾ മുഴുവനും എന്താണ്? നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അക്ബർ.